കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ്റെ തീരമെല്ലാം കവിഞ്ഞൊഴുകും. എന്നാൽ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിൻ്റെ വക്കത്ത് മുങ്ങിയപ്പോൾ യോർദാൻ്റെ മേലൊഴുക്ക് നിന്നു. യഹോവയുടെ പാളയം അത്യന്തം വലുതും അവൻ്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവനും ആകുന്നു. പെട്ടകം ചുമക്കുന്ന ചിലർ ഇന്ന് പകലെഴുന്നേൽക്കുകയാണ്. ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുന്ന ചിലർ, ശക്തിയുള്ള ചിലർ ഇന്ന് പകൽ എഴുന്നേൽക്കുന്നുണ്ട്. ഇന്നലകളിൽ നിങ്ങൾ കേട്ടു പരിചയിച്ച പഴഞ്ചൊല്ലുകൾ, നിങ്ങൾ കേട്ട പാരമ്പര്യങ്ങൾ ഈ പെട്ടകത്തിന് മുൻപിൽ അവസാനിക്കാൻ പോവുകയാണ്. ഇത് യഹോവയുടെ നിയമപ്പെട്ടകമാണ്. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. വചനത്തിന് മുൻപിൽ നിൽക്കുവാൻ ഒരു പാരമ്പര്യത്തിനും കഴിയുകയില്ല, ഒരു പഴഞ്ചൊല്ലുകൾക്കും കഴിയുകയില്ല. നിങ്ങളുടെ മേൽ ഒരഭിഷേകമുണ്ട്, നിങ്ങളുടെ അകത്ത് വചനമുണ്ട്. മരണ യോർദാൻ നിന്റെ മുൻപിൽ വഴിമാറും. നീ നിത്യതയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. വാഗ്ദത്ത കനാനിലേക്ക് ചുവട് വയ്ക്കുന്നവനാണ്. നിന്റെ യാത്രാ മധ്യേ മാർഗതടസ്സമായി എതിരിട്ട് വരുന്നതിനെയെല്ലാം ദൈവം കൈകാര്യം ചെയ്യാൻ പോവുകയാണ്. യഹോവയുടെ നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു. ദൈവം നിന്നിലൂടെ പുതിയൊരു ചരിത്രം ആരംഭിക്കാൻ പോവുകയാണ്. ഇന്നലകളിലെ പഴഞ്ചൊല്ലുകൾ മാറുന്നു. പുതിയ ചരിത്രങ്ങൾ ഇന്നു പകൽ ദൈവം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മരണത്തിൻ്റെ ശക്തികൾ സുവിശേഷത്തിനു മുമ്പിൽ കീഴടങ്ങുന്നു. പാപത്തിൻ്റെ ശക്തികൾ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന് മുൻപിൽ കീഴടങ്ങുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങൾക്കൊരു ശുഭയാത്ര തരികയാണ്. ഇന്ന് പകൽ നിങ്ങൾ മുൻപോട്ട് ചുവടുകൾ വയ്ക്കുകയാണ്. ഇന്നലകളിൽ നിങ്ങളെ വിഴുങ്ങിയത് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വഴി മാറുകയാണ്. എല്ലാ തടസ്സങ്ങളെയും ദൈവം നീക്കുകയാണ്. ഇതാ, ഞാൻ നിനക്ക് മുൻപേ കടന്നു പോവുകയും ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർക്കുകയും ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിക്കുകയും ചെയ്യുന്നു. ഞാൻ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുൻപേ കടന്നു പോകുന്നു. അനാഗ്യന്മാരുണ്ട് എന്നൊരു പഴഞ്ചൊല്ല് അവിടെയുണ്ട്. അതെല്ലാം ഞാൻ മാറ്റുകയാണ്. പുതിയ ചരിത്രങ്ങൾ നിനക്ക് വേണ്ടി ഞാൻ ആരംഭിക്കുന്നു. വചനത്തോട് പ്രതികരിക്കാം. മരണത്തിൻ്റെ ശക്തികൾ കീഴടങ്ങുന്നു. ദൈവം നിങ്ങൾക്ക് ശുഭയാത്ര നൽകുകയാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.